ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ പേഷ്യൻ്റ് അവിടെ തീരും. പേഷ്യൻസിന് സർജറി എന്നുള്ളത് ഒരു പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്. അപ്പോൾ സർജറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സർജറി ഇല്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. മേ ബി ഇപ്പോൾ സ്പൈൻ സർജറീസ് ആണെങ്കിൽ മേ ബി ചിലപ്പോൾ പേഷ്യൻ്റ് ഒരു മാസമൊക്കെ ലീവ് എടുത്തിട്ട് സിഗ്നിഫിക്കൻറ്റ് സ്പൈൻ ഡിസ്കെക്ടമി ചെയ്യേണ്ട കേസാണെങ്കിൽ പോലും ചില ടൈപ്പ് ചികിത്സകൾ ചെയ്യും. മേ ബി ഒഴിച്ചിലാകാം, ചിലപ്പോൾ ഡീകംപ്രഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ഉണ്ട്. അത് ചില കേസസിൽ സ്പൈൻ ഡീകംപ്രഷൻ ചില കേസസിലൊക്കെ പറ്റുന്നതാണ്. ബട്ട് മാസങ്ങളോളം പേഷ്യൻ്റ് ഈ ചികിത്സ എടുത്തിട്ട് അങ്ങനെ പോകുന്ന കുറേ പേഷ്യൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി സർജറി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി സർജറി ചെയ്യണം. അതിൽ വേറെ ഒരു ഷോർട്ട് കട്ട്സ് ഇല്ല. ബട്ട് പലപ്പോഴും പേഷ്യൻസിന് പേടിയുള്ള സർജറി ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഭയക്കേണ്ട ആള് കൂടെയുള്ള ആൾക്കാരെ. ഇപ്പോൾ ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആള് പറയും സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ, സർജറി ചെയ്താൽ പിന്നെ നടക്കൂല എന്ന് പറയും. ആ ഒരു പേഴ്സൺ പറഞ്ഞാൽ മതി. അപ്പോൾ വേറെ എത്ര ആൾക്കാർ കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാലും ആ ഒറ്റ പേഴ്സണിൻ്റെ ആ ഒരു ടോക്കായിരിക്കും എപ്പോഴും പേഷ്യൻറ്റിൻ്റെ മൈൻഡിലുണ്ടാവുക. സോ പേഷ്യൻറ്റിന് സെൽഫ് കോൺഫിഡൻസ് വരണമെങ്കിൽ ബാക്കി ഇതേ സിമിലർ ആയിട്ട് സർജറി ചെയ്ത ആൾക്കാർക്ക് നല്ല റിസൾട്ട്സ് ഉള്ള സാധനം കാണുക എന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുക. സോ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ പേഷ്യൻ്റ് അവിടെ തീരും.